അങ്കമാലി ശബരിപാത ജനത്തെ ഇതുപോലെ കബളിപ്പിക്കുകയും ദുരിതത്തിലാക്കുകയും ചെയ്ത മറ്റൊരു പദ്ധതിയും വേറെയില്ല. 500-ലേറെ ഹെക്ടർ സ്ഥലം അളന്നു തിരിച്ച് കല്ലിട്ട് പോയ ശേഷം പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ എത്രയോ സാധാരണക്കാരുടെ ജീവിതമാണ് തകർത്തത്. സ്ഥലം വിൽക്കാൻ സാധിക്കുന്നില്ല. കെട്ടിടം പുനർനിർമ്മാണവും അറ്റകുറ്റപ്പണിയും മുടങ്ങി നോക്കുകുത്തികളായ കല്ലുകൾ നോക്കി ഹൃദയം പൊട്ടിയാണ് പദ്ധതി പ്രദേശത്തെ ജനം മുന്നോട്ട് പോയത്. 1/4 നൂറ്റാണ്ടായി രാഷ്ട്രീയ നേതൃത്വം ശബരിപാത കാണിച്ച് ജനത്തെ വിഡ്ഢികളാക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. പദ്ധതി നടപ്പിലാക്കൂ അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന വിലാപം ബധിര കർണങ്ങളിലാണ് പതിച്ചത്. ഇപ്പോൾ പദ്ധതിക്കാവശ്യമായ ആകെത്തുകയുടെ പകുതി 1905 കോടി രൂപ കിഫ്ബി വഴി വകയിരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതോടെയാണ് വീണ്ടും ശബരിപാത ചർച്ചയാകുന്നത്. ശബരിപാത യാഥാർത്ഥ്യമാകുന്നുവെന്ന് കാണിച്ച് ശബരിമല ആക്ഷൻ കൗൺസിലും മറ്റും സർക്കാരിന് അഭിനന്ദനം അർപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രചാരണവും നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അങ്കമാലി ശബരിപാതയെക്കുറിച്ച് ജനം അറിയേണ്ട ചില കാര്യങ്ങൾ ഓർമ്മിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ കേന്ദ്ര റെയിൽവേ വകുപ്പ് നേരിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ് നീട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും വരും എന്ന് പറയുന്നത്. പദ്ധതി നടപ്പിലാകാത്തതിന് ഒന്നാമത്തെ ഉത്തരവാദിത്വം കേന്ദ്രം ദീർഘനാൾ ഭരിച്ച കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിനും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിനുമാണ്. ഈ പദ്ധതിയുടെ നാൾ വഴി പരിശോധിച്ചാൽ 1978 ജനതാ പാർട്ടി സർക്കാരിൻ്റെ കാലത്ത് റെയിൽവേ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട പദ്ധതിയാണ് അങ്കമാലി ശബരിപാത. ജനതാ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ച പാതയുടെ സർവേ നടപടികൾ 1992 അവസാനിച്ചത്. 97-98 550 കോടി രൂപ ചെലവ് കണക്കാക്കി 133 കിലോമീറ്റർ ദൂരം പാത നിർമ്മിക്കുന്നതിന് ഭരണാനുമതി നൽകി. അങ്കമാലി മുതൽ കാലടി വരെയുള്ള 7 കിലോമീറ്റർ നിർമ്മാണം ഭരണാനുമതി നൽകി 10 വർഷം കഴിഞ്ഞ് 2008 പൂർത്തിയാക്കിയത്. തുടർന്ന് പദ്ധതി മനഃപൂർവ്വം മുടക്കിയെന്ന് കുറ്റപ്പെടുത്താവുന്നതാണ്. കേന്ദ്ര ബജറ്റിൽ നാമമാത്ര തുക വകയിരുത്തി 1/4 നൂറ്റാണ്ടാണ് നടപ്പിലാക്കാതെ തള്ളി നീക്കിയത്. പിന്നീട് 2 ഘട്ടമായി വനംവകുപ്പിൻ്റെ എതിർപ്പും പരിസ്ഥിതി പ്രശ്നവും ചൂണ്ടിക്കാണിച്ച് എരുമേലി വരെയാക്കി ചുരുക്കി. ഇതുപ്രകാരം ദൂരം 133 കിലോമീറ്ററിൽ നിന്ന് 111.2 കിലോമീറ്ററും ഏറ്റെടുക്കേണ്ട സ്ഥലത്തിൻ്റെ വിസ്തീർണം 517 ഹെക്ടറിൽ നിന്ന് 416 ഹെക്ടറുമായി കുറയുകയും ചെയ്തു. 2010 1568 കോടി രൂപയുടെ പുതുക്കി എസ്റ്റിമേറ്റ് നൽകിയിരുന്നു. ദൂരം വെട്ടിക്കുറച്ചതോടെ 1250 കോടി രൂപയിൽ പദ്ധതി പൂർത്തീകരിക്കാനാവുമെന്ന് കണക്കാക്കി ഇതാ നടപ്പിലാക്കുന്നുവെന്ന് അന്നത്തെ സർക്കാർ പ്രസ്താവിച്ചു. പ്രസ്താവനയ്ക്കപ്പുറം ഒന്നും സംഭവിച്ചില്ല. BJP അധികാരത്തിൽ വന്നപ്പോൾ ശബരിമലയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ച് മോദി സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കും എന്ന് BJP അടക്കം വ്യാപകമായ പ്രചാരണം നടത്തി. ആ ഉറപ്പ് കുറിപ്പിൻ്റെ ഉറപ്പ് പോലെയായി എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതത് കാലഘട്ടത്തിൽ ഭരണത്തിലിരുന്ന കക്ഷികൾ, അത് കോൺഗ്രസിൻ്റെ ആയാലും BJPയുടെ ആയാലും, ശബരിപാത തെരഞ്ഞെടുപ്പിന് നേട്ടമായി അവതരിപ്പിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികൾ ഞങ്ങൾ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. 5 തെരഞ്ഞെടുപ്പിലെങ്കിലും അങ്കമാലി ശബരിപാത പ്രചാരണങ്ങളിൽ മുഖ്യ വിഷയമായി ഉയർന്നു വന്നിട്ടുണ്ട്. പദ്ധതി പ്രദേശത്ത് എല്ലാ MP-മാരും PC തോമസ്, ഫ്രാൻസിസ് ജോർജ്, PT തോമസ്, ജോയ്സ് ജോർജ്, ഡീൻ കുര്യാക്കോസ്, ബെന്നി ബെഹനാൻ, ആൻഡോ ആൻ്റണി അടക്കം സിറ്റിംഗ് MP-മാരും മുൻ MP-മാരും എല്ലാം അവരുടെ നേട്ടമായി ശബരിപാത അവതരിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, 2017 BJP സർക്കാർ പദ്ധതിയുടെ പകുതിയെങ്കിലും സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന ഉത്തരവ് കൊണ്ടുവന്നത്, നിയമം കൊണ്ടുവന്നത്. പൂർണ്ണമായും തെറ്റായ ഒരു നയമാണ് അന്ന് സർക്കാർ സ്വീകരിച്ചത്. പ്രാബല്യത്തിലിരുന്ന ഒരു പദ്ധതിക്ക് പുതിയ നിബന്ധന അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അന്ന് കേരളം ഭരിക്കുന്ന 1ാം പിണറായി സർക്കാർ അവരുടെ ആദ്യഘട്ടത്തിലൊന്നും ഈ 50% സംസ്ഥാന വിഹിതമെന്നത് അംഗീകരിച്ചില്ല, അടയ്ക്കാൻ തയ്യാറായില്ല. 3 വർഷക്കാലം സംസ്ഥാന വിഹിതം എന്നത് അംഗീകരിക്കാതെയാണ് 1ാം പിണറായി സർക്കാർ മുന്നോട്ട് പോയത്. അതോടെ ശബരിമല സ്നേഹം പറയുന്ന BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാർ 2019 കേരള വിഹിതം ലഭ്യമല്ലെന്ന കാരണം കാണിച്ച് പദ്ധതി മരവിപ്പിക്കുകയായിരുന്നു. എന്നാൽ അതേ 1ാം പിണറായി സർക്കാർ കാലാവധി അവസാനിക്കുന്നത് തൊട്ടു മുമ്പ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ 50% വിഹിതം അടയ്ക്കാമെന്ന് സമ്മതിച്ചു. ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനത്തിന് ഏതാണ്ട് സമാനമായിരുന്നു അന്നും നടത്തിയത്. മൂവാറ്റുപുഴയിൽ അടക്കം LDF ഇത് നേട്ടമായി പ്രചരിപ്പിച്ചു. ശബരിമല ആക്ഷൻ കൗൺസിലും അത് അവരുടെ നേട്ടമായി പ്രഖ്യാപിക്കുകയും ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു. പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം അളന്നു തിരിച്ച് ഏറ്റെടുക്കുന്നതിന്
സ്പെഷ്യൽ തഹസീൽദാർ ഉൾപ്പെടെ ജീവനക്കാരെ നിയോഗിക്കുകയും ഇതിനായി ഓഫീസ് വരെ ആരംഭിക്കുകയും ചെയ്തു. ഓഫീസ് തുറന്ന് ഉദ്യോഗസ്ഥന്മാർ കുറേ കാലമൊക്കെ അവിടെ ഇരുന്നെങ്കിലും പിന്നീട് പദ്ധതിയൊന്നും മുന്നോട്ട് പോകാത്തതുകൊണ്ട് അവർ തിരിച്ച് തൽസ്ഥാനത്തേക്ക് തന്നെ പോവുകയാണുണ്ടായത്. ശബരിപാത നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരും ഈ കാലഘട്ടത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. 2006-11 കാലത്തും സമാനമായ നടപടികൾ ആരംഭിച്ചിരുന്നു. 2008 നമുക്കറിയാം, ഫാസ്റ്റ് ട്രാക്കിൽപ്പെടുത്തി ഇതാ സ്ഥലമെടുക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ നടപടികൾ ആരംഭിച്ചതാണ്. ഒരു നടപടിയും ഉണ്ടായില്ല. എത്രയോ തവണ എസ്റ്റിമേറ്റ് പുതുക്കിയാണ് ഇപ്പോൾ 3810 കോടിയിലെത്തി നിൽക്കുന്നത്. എസ്റ്റിമേറ്റ് പുതുക്കൽ പ്രക്രിയക്കകത്ത് ഗിന്നസ് ബുക്ക് ഏതെങ്കിലും റെക്കോർഡ് ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും അത് അങ്കമാലി ശബരിപാത ലഭിക്കുമായിരുന്നു. അങ്കമാലി ശബരിപാതയോളം ഈ സംസ്ഥാനത്ത് ഇത്രയും പ്രാധാന്യമുള്ളൊരു പദ്ധതി 4 നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രതിവർഷം 3 കോടിയിലേറെ തീർത്ഥാടകർ ശബരിമലയിലെത്തുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ആവർത്തിച്ച് പറയട്ടെ, പതിറ്റാണ്ടുകൾ കേന്ദ്രം ഭരിച്ച കോൺഗ്രസിന് ഏതെങ്കിലും കാലത്ത് തീർക്കാവുന്ന ഒരു പണിയായിരുന്നു ശബരിപാത. പ്രധാനമന്ത്രിയെ വരെ നിർദ്ദേശിക്കാൻ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെട്ടവരുടെ കാലത്താണ് ഈ പദ്ധതി നടപ്പിലാക്കാതെ പോയത്. UPA ഭരണ കാലഘട്ടങ്ങളിലെല്ലാം UDFന് വലിയ ഭൂരിപക്ഷവും കേരളത്തിലുണ്ടായിരുന്നു. എന്നിട്ടും പദ്ധതിക്കൊരു ശാപമോശമുണ്ടായില്ല. BJPയുടെ 3-ാം ഊഴമായി ഇപ്പോൾ. ഇതുവരെ പാത വന്നിട്ടില്ല. ഇപ്പോൾ പദ്ധതി വിഹിതത്തിൻ്റെ 50% അടക്കാമെന്ന തീരുമാനം അത് പഴയതിൻ്റെ ആവർത്തനമായി മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. ഇനി ഈ ഭരണകാലത്ത് ഈ കാര്യത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം, സർവേക്ക് വേണ്ട ഓഫീസുകൾ തുറക്കണം, വിജ്ഞാപനം പുറപ്പെടുവിക്കണം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് എന്ത് നടക്കും എന്ന് ഒരു വ്യക്തതയുമില്ല. സംഭവിക്കാൻ പോകുന്നത് പ്രഖ്യാപിച്ച 1905 കോടിയിൽ 1 രൂപ പോലും ഈ ഗവൺമെൻറ്റിന് ഇനി ചെലവാക്കേണ്ടി വരില്ല. പദ്ധതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പുരോഗതി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ശബരിമല ആക്ഷൻ കൗൺസിലൊക്കെ സർക്കാരിനെ അഭിനന്ദിച്ച് മടുക്കാനാണ് സാധ്യത. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. പദ്ധതിയുടെ ഭാവിയെ സംബന്ധിച്ച് ഇനി തീരുമാനമെടുക്കാനുള്ള അധികാരവും അവകാശവുമൊക്കെ ഇനി പുതിയ സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കും. കബളിപ്പിക്കപ്പെടാനും ദുരിതമനുഭവിക്കാനും ജനം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനി എത്ര തെരഞ്ഞെടുപ്പുകളിൽ ശബരിപാതയുടെ നേട്ടം പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ വരുമെന്ന് മാത്രമാണ് നമുക്കറിയാനുള്ളത്. Subscribe to my channel.